ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ ഈ ഡെവലപ്പ് ചെയ്ത വെബ് ആപ്പ് ഒരു ക്ലൗഡ് സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ ഒരു ഫ്രീ ക്ലൗഡ് സർവീസിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം എന്ന് നോക്കാം. സോ ആസ് ഓഫ് നൗ എൻ്റെ വെബ് ആപ്പിൻ്റെ കോഡ് ഇതാണ്. എനിക്ക് എൻ്റെ മെയിൻ ആപ്പ് ഡോട്ട് പി വൈ സ്ക്രിപ്റ്റ് ഫയൽ ഈ ഒരു പ്രൊജക്ട് ഫോൾഡറിലുണ്ട്. ഇതിൽ ഞാൻ ചെറിയൊരു വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഫയൽ ലോഡിങ് നമ്മൾ ട്രെയിൻ ചെയ്ത ഫയൽ ലോഡ് ചെയ്യുന്നിടത്ത് ഒരു ചെറിയൊരു വേരിയേഷൻ ഇവിടെ ഒരു ലൈനിൽ വരുത്തിയിട്ടുണ്ട്. സോ എനിവേ ഈ ഒരു കോഡ് ഞാൻ ഈ ഒരു റെപ്പോസിറ്ററിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. github.com/ckSajil Flask tutorial എന്ന് പറയുന്ന റെപ്പോസിറ്ററിയിൽ ഇതിൻ്റെ ലേറ്റസ്റ്റ് വർക്കിംഗ് കോഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, എനിവേ ഈ ഒരു റെപ്പോസിറ്ററി ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഈ ആപ്പ് നമ്മളിപ്പോൾ ലോക്കൽ സിസ്റ്റത്തിൽ റൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലാസ്ക് ആപ്പ് റൺ ഡീബഗ് എന്ന് പറഞ്ഞ് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ സം ഇൻപുട്ട് വാല്യൂസ് ഞാൻ കൊടുക്കുവാണ്. ദെൻ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ ഇൻപുട്ട് മോഡലിലോട്ട് പോകുന്നു. മോഡൽ തരുന്ന പ്രൊഡിക്ഷൻ തിരിച്ച് റിസൾട്ട് പേജിലോട്ട് വരുന്നു. ഓക്കെ, സോ ഈ ആപ്പ് എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ ഞാൻ വെരിഫൈ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നൗ എനിക്ക് ഈ ഒരു ആപ്പ് ഒരു ക്ലൗഡിലോട്ട് ഡിപ്ലോയ് ചെയ്യണം. സോ ഡിപ്ലോയ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലൗഡ് എന്ന് പറയുന്നത് പൈത്തൺ എനിവെയർ എന്ന് പറയുന്ന സർവീസാണ്. pythonanywhere.com. ഇവിടെ പോവുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്ത് നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ പേജ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. സോ ഈ ഒരു ഡാഷ്ബോർഡ് പൈത്തൺ എനിവെയറിൻ്റെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ഇതുപോലൊരു സിമിലർ ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇതിൽ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മളൊരു വെബ് ആപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ ക്രിയേഷൻ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളിവിടെ വെബ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ആഡ് എ ന്യൂ വെബ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇവർ തരുന്ന ആ ഒരു URL മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഫ്രീ സർവീസിൽ. സോ ഇൻ മൈ കേസ് ഇറ്റ് ഈസ് ലൈക്ക് മൈ യൂസർ നെയിം .pythonanywhere.com എന്നുള്ള രീതിയിലായിരിക്കും. സോ ഞാനത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നിന്ന് ഫ്ലാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. സോ എൻ്റെ പൈത്തൺ വെർഷൻ സെലക്ട് ചെയ്യുക. സോ ഞാൻ ഉപയോഗിക്കുന്നത് പൈത്തൺ 11 പോയിന്റ് സംതിങ് ആണ്. സോ ഞാൻ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണ്. ദെൻ ഇവിടെ ഒരു ഫയൽ പാത്ത് ചോദിക്കുന്നുണ്ട്. സോ ഓൾറെഡി ഇങ്ങനെ ഒരു ഫയൽ പാത്ത് അല്ലെങ്കിൽ ഫയൽ ഇല്ലെങ്കിൽ ഇത് ഓവർറൈറ്റ് ആവും എന്നാണ് പറയുന്നത്. സോ എൻ്റെ പ്രൊജക്റ്റിന്റെ പേര് ഫ്ലാസ്ക് ട്യൂട്ടോറിയൽ എന്നാണ്. അതിൻ്റെ അകത്ത് app.py ആണ് എൻ്റെ മെയിൻ സ്ക്രിപ്റ്റ് ഫയൽ. സോ ഞാൻ അതുപോലെ ഒരു പേര് ഇവിടെ കൊടുക്കുവാണ്. home/cck flask-tutorial/app.py. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ബേസിക് ഇതാണ് HTML ബേസിക് സ്ക്രിപ്റ്റ് ഫയൽ അതിൽ ക്രിയേറ്റ് ആവും. പക്ഷെ നമ്മുടെ ആക്ച്വൽ സ്ക്രിപ്റ്റ് ഫയൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് വേണ്ടത്. നമ്മൾ അതിനെ എഡിറ്റ് ചെയ്യണം. സോ എനിവേ ഈ ഒരു ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു URL ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിലൊരു ടെംപ്ലേറ്റ് ബേസിക് ഒരു മെസ്സേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നൗ നമുക്ക് ആ ഫയൽസിനെ നമ്മൾ എഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബാക്ക് ടു ഫയൽസിൽ പോവുക. ഫ്ലാസ്ക് ട്യൂട്ടോറിയലിൻ്റെ അകത്ത് പോവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് app.py മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു ലൊക്കേഷനിലോട്ട് നമുക്ക് നമ്മുടെ എല്ലാ സ്റ്റാറ്റിക് ഫോൾഡർ, ടെംപ്ലേറ്റ്സ് ഫോൾഡർ, app.py എല്ലാം വരണം. സോ അതിനായിട്ട് നമുക്ക് എളുപ്പ വഴി എന്ന് പറയുന്നത് ഓൾറെഡി ഇത് ഗിറ്റ്ഹബിൽ കിടക്കുന്നത് കൊണ്ട് ഒന്നുകിൽ നമ്മൾ ഓരോ ഫയൽ ആൻഡ് ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോൺ ചെയ്തെടുക്കാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വൺ സ്റ്റെപ്പ് ബാക്ക് പോകുന്നു. എന്നിട്ട് home.cdcl നിന്നുകൊണ്ട് ഞാൻ ഓപ്പൺ ബാഷ് കൺസോൾ ഹിയർ കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ബാഷ് ടെർമിനൽ ഓപ്പൺ ആയി വരും. ഈ ടെർമിനൽ ഓപ്പൺ ആയി വന്നതിന് ശേഷം ജസ്റ്റ് വെയിറ്റ്. സോ ഓക്കെ, ഇവിടെ ഈ ടെർമിനൽ ഓപ്പൺ ആയി വന്നു. ഞാൻ ഇതിൻ്റെ കറണ്ട് ലൊക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ home/cdck എന്നാണ് കാണിക്കുന്നത്. സോ ഇങ്ങോട്ടാണ് എനിക്ക് ആ ഫയൽസ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഫയൽസ് എല്ലാം ഗിറ്റ്ഹബിൽ കിടപ്പുണ്ട്, അല്ലാതെ ഈ റെപ്പോസിറ്ററി കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ പോയിട്ട് ജസ്റ്റ് ക്ലോൺ ചെയ്യുവാണ്. ഈ ഒരു URL ക്ലോൺ ചെയ്യാനുള്ള URL കോപ്പി ചെയ്യുന്നു.
then git clone. ഓക്കെ, സോ ഓൾറെഡി ആ ഫ്ലാസ്ക് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഫയൽ അവിടെ ഉണ്ട്, മീൻസ് ഫോൾഡർ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് എറർ വരുന്നത്. സോ വാട്ട് ഐ ക്യാൻ ഡു ഈസ് ഓക്കെ, സോ വാട്ട് ഐ ക്യാൻ ഡു ഈസ് ലൈക്ക്, അല്ലെങ്കിൽ ഇവിടെ മാനുവലായിട്ട് ഫയൽസ് ഈ എഡിറ്റ് ചെയ്ത് നമുക്ക് കയറ്റാം. സോ app.py ഓപ്പൺ ചെയ്യുക. എൻ്റെ app.pyയിലെ കണ്ടൻസ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ദെൻ സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വരിക. ഇവിടെ എനിക്ക് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഫോൾഡറും ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറും വേണം. സോ ഞാനിവിടെ ആദ്യം സ്റ്റാറ്റിക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് സ്റ്റാറ്റിക് ഫോൾഡറിൻ്റെ അകത്തുള്ള 2 HTML ഫയൽസ് ഞാൻ അതിലോട്ട് അപ്ലോഡ് ചെയ്യുന്നു. സോറി, നോട്ട് HTML ഫയൽ, ഒന്ന് style.css, ഒന്ന് ട്രെയിൻ ചെയ്ത മോഡൽ ഫയൽ. ഓക്കെ, style.css അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ട്രെയിൻ ചെയ്ത മോഡൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, 1 സ്റ്റെപ്പ് ബാക്ക് വന്നു. ലാസ്റ്റ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് വരുന്നു. ഇവിടെ ഞാൻ വീണ്ടും എനിക്ക് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ടെംപ്ലേറ്റ്സ്, പുതിയ ഡയറക്ടറി ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇതിലോട്ടും ആ 2 HTML ഫയൽസ് എനിക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, സോ സ്റ്റാറ്റിക് ഫയലായി, ടെംപ്ലേറ്റ് ഫയലായി, അതിൻ്റെ അകത്ത് app.py ഫയൽ ഉണ്ട്. ടെംപ്ലേറ്റ്സിൻ്റെ അകത്ത് 2 HTML ഫയൽസ് ഉണ്ട്. സ്റ്റാറ്റിക്കിൻ്റെ അകത്ത് CSS ഫയൽ, ട്രെയിൻ ചെയ്ത മോഡൽ ഫയലും ഉണ്ട്. ക്ലാസ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഔട്ടർ ഫോൾഡറിൽ app.py ഉണ്ട്. സോ നമുക്ക് വേണ്ട ബേസിക് ഫയൽസ് ആയിട്ടുണ്ട്. സോ നൗ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഡാഷ്ബോർഡ് ഒന്നുകൂടി എടുക്കണം. ദെൻ വെബിൽ പോവുക, ഈ ഒരു വെബ്സൈറ്റ് ഒന്നുകൂടെ ലോഡ് ചെയ്യുക. ഇവിടെ റീലോഡ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അത് റീലോഡ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ URL പോയിട്ട് റിഫ്രഷ് ചെയ്യുക. ഓക്കെ, നമ്മുടെ പേജ് ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് സാമ്പിൾ ഇൻപുട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, സോ നൗ ഇറ്റ്സ് വർക്കിംഗ്. സോ ബേസിക്കലി നിങ്ങൾ പൈത്തൺ എനിവെയറിൽ പോയി ഒരു ന്യൂ ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ആ ഫയൽസ്, സ്ക്രിപ്റ്റ് ഫയൽ, അതിന് വേണ്ടുന്ന സപ്പോർട്ടിംഗ് ഫോൾഡേഴ്സ്, അത് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ആ ഫയൽസ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് again വെബ് എന്ന് പറയുന്ന ടാബിൽ പോയി ഈ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ റീലോഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ ഒരു നിങ്ങളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ഈ ഒരു URL ലൈക്ക് ഫോർ 3 months, അപ് ടു 3 months ഇത് ആക്ടിവേറ്റ് ആയിരിക്കും. സോ ലൈക്ക് ഫോർ എ ഡെമോ പർപ്പസ് വേറൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു URL വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് നമ്മുടെ വെബ് ആപ്പ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ.